എല്ലാവർക്കും നമസ്കാരം. 93-ൽ തുടങ്ങിയ യാത്ര ഇവിടെ എത്തുമ്പോൾ ലോകത്താകെ മാതൃകയായി, രാജ്യത്തിന് മാതൃകയായി കേരളത്തിലെ പാലിയേറ്റീവ് കെയർ മാറിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴും രോഗിയുടെ അവകാശമാണ്, ഓരോ മനുഷ്യൻ്റെയും മനുഷ്യാവകാശമാണ് എന്ന നിലയ്ക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് ഇനിയും ഒട്ടേറെ മുന്നോട്ട് പോകാനുണ്ട്. 2003-ൽ സർക്കാർ ശൈലി ആപ്പിലൂടെ എടുത്ത ഒരു കണക്ക് പ്രകാരം 0.74% ആളുകൾ ബഡ് ബോണ്ടും 1.4% ആളുകൾ ഹൗസ് ബോണ്ടുമായുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇപ്പോൾ 2.1% ആളുകൾ കേരള ജനസംഖ്യയിൽ ഏറ്റവും മിനിമം പാലിയേറ്റീവ് കെയർ വേണ്ടവരുണ്ട്. ഇതിന് പുറമെ ക്യാൻസർ പേഷ്യൻ്റ് മുതൽ സൈക്യാട്രിക് പേഷ്യൻ്റ് വരെയുള്ള ആളുകളൊക്കെ ഇതിന് പുറമെ ഒട്ടേറെ ഉണ്ട് എന്നത് വേറെ കാര്യം. അത്രയും ആളുകളിൽ ഇപ്പോൾ ഇന്ന് നടന്ന ചർച്ചയിൽ നമുക്ക് മനസ്സിലായത് ബഡ് ബോണ്ടായ ആളുകളിൽ പോലും 80% പേരെയാണ് നിലവിലുള്ള സംവിധാനങ്ങളിലേക്ക് ഇപ്പോഴും നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളത് എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പാലിയേറ്റീവ് കെയർ ഏറ്റവും മാന്യമായി ഡീസൻറ്റ് കെയർ കൊടുക്കുക എന്ന ഉത്തരവാദിത്വം നിർവഹിക്കാൻ വളരെ മാതൃകയായ നമ്മുടെ സംസ്ഥാനത്തും നമുക്ക് ഇനിയും ഏറെ മുന്നോട്ട് പോകാനുണ്ട് എന്നതാണ് ഒന്നാമത്തെ പ്രശ്നം. 2, എല്ലാവരിലേക്കും എത്താൻ കഴിയുക എന്നത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, കൃത്യമായ ഇടവേളകളിൽ അവരുടെ പരിചരണം എത്തിക്കാൻ കഴിയുക എന്നത് രണ്ടാമത്തെ പ്രശ്നം. ഇപ്പോൾ പാലിയേറ്റീവ് കെയർ ഗ്രിഡ് കൂടി വരുന്നതോടുകൂടി ഈ രംഗത്ത് വലിയ ഒരു കുതിച്ചുചാട്ടമുണ്ടാകും. കൃത്യമായ ഇടവേളകളിൽ രോഗികൾക്ക് കെയർ കൊടുക്കുന്ന കാര്യത്തിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്ന് തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാം. മൂന്നാമത്തത്, കമ്മ്യൂണിറ്റിയെ സ്ട്രെങ്ത് ചെയ്തെടുക്കുക എന്ന പ്രവർത്തനം വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഗവൺമെൻറ് ഇപ്പോൾ പോളിസിയിൽ ഓരോ പേഷ്യൻറ്റിനും ഓരോ വളണ്ടിയർ എന്ന നിലയ്ക്ക് പറയുന്നുണ്ട്. ഇതിനപ്പുറത്തേക്ക് ഫാമിലികളെ തന്നെ സ്ട്രെങ്തൻ ചെയ്തെടുക്കേണ്ട പ്രവർത്തനം, പരിചരണത്തിന് സ്ട്രെങ്തൻ ചെയ്തെടുക്കേണ്ട പ്രവർത്തനം ഏറ്റെടുക്കേണ്ടതുണ്ട്. കാരണം 93-ലെ യാത്രയിൽ ജീവനെ പ്രതിസന്ധിയിലായ ആളുകളെയാണ് കെയർ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ജീവിതത്തെ പ്രതിസന്ധിയിലാവുന്ന ആളുകളെ നമ്മൾ കെയർ ചെയ്യുന്നു എന്ന വ്യത്യാസമുണ്ട്. ആ അർത്ഥത്തിൽ ഒട്ടേറെ ആളുകൾക്ക് അവരുടെ ജീവിതം തിരിച്ച് കൊടുക്കാൻ ആവശ്യമായ വലിയ ഇടപെടൽ കമ്മ്യൂണിറ്റിക്ക് ചെയ്യാനുണ്ട്. ആ നിലയിൽ കമ്മ്യൂണിറ്റിയെ സ്ട്രെങ്തൻ ചെയ്യുക എന്നത് നമ്മുടെ മുന്നിൽ കിടക്കുന്ന ഒരു വിഷയമാണ്. കേരളത്തിലെ ഡോക്ടേഴ്സിന് വലിയ പങ്കാണ് ഈ പ്രവർത്തനത്തിൽ, മാതൃകാപരമായ പങ്കാണ് നിർവഹിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഉള്ള ഒരു വലിയ പ്രശ്നം എനിക്ക് തോന്നിയത്, കമ്മ്യൂണിറ്റി മേഖലയിൽ പ്രവർത്തിക്കുന്ന CBOകളും NGOകളും ഉൾപ്പെടെയുള്ള ജനകീയ സിസ്റ്റങ്ങളിൽ വേണ്ടത്ര ഡോക്ടർമാരുടെ സേവനം നമുക്ക് ലഭ്യമാകുന്നില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത്. ഉള്ള സ്ഥലങ്ങളിൽ തന്നെ, ഇപ്പോൾ എൻ്റെ ജില്ല പാലക്കാടാണ്. പാലക്കാട് ജില്ലയിലെ 90% ഡോക്ടർമാരും പ്രവർത്തിക്കുന്ന CBOകളിലുള്ള 90% ഡോക്ടർമാരും എബവ് 70 ആണ്. അപ്പോൾ ഡോക്ടർമാരുടെ സേവനം വേണ്ടത്ര ലഭ്യമാകുന്നില്ല ഒരു പ്രശ്നം കമ്മ്യൂണിറ്റി പാലിയേറ്റീവ് കെയർ അഭിമുഖീകരിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമതൊരു പ്രശ്നം, പല ജില്ലകളിലും പോയപ്പോൾ തോന്നിയത് പഴയതുപോലെ ഒരു ഊഷ്മളമായ അന്തരീക്ഷം ഈ സിസ്റ്റത്തിലുള്ള എല്ലാവരും കൂടി ഉണ്ടാവുന്നില്ല എന്നത് നമ്മുടെ പരിചരണത്തിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കുന്നുണ്ടോ എന്നൊരു സംശയം ഞാൻ നിങ്ങളുമായി ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ്. നമ്മുടെ ഏറ്റവും ശാസ്ത്രീയമായ പരിചരണം വീടുകളിൽ തന്നെ, വീടുകളുടെ സാഹചര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ കൊടുക്കാം എന്നതിന് ഓരോ സമയത്തും ഉണ്ടാവേണ്ട അപ്ഡേഷൻ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിലൂടെ നമുക്ക് മെച്ചപ്പെടുത്തി കൊണ്ടുപോകാൻ വേണ്ടി കഴിയണം. അങ്ങനെ കഴിഞ്ഞു പോകാൻ ഇപ്പോൾ ഗ്രിഡ് വരുന്നുണ്ട്. ഭാവിയിൽ ടെലി മെഡിസിൻ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ എല്ലാ സാങ്കേതിക വിദ്യകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഏറ്റവും താഴെത്തട്ടിലുള്ളവർക്ക് ഏറ്റവും മാന്യമായ പരിചരണം, അവരുടെ ജീവിതം തിരിച്ചു കിട്ടുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്നതിന് എന്തെല്ലാം കോൺട്രിബ്യൂഷൻസ് നമ്മുടെ ഡോക്ടർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയും എന്നതുകൂടി ഈ ചർച്ചയ്ക്ക് വിധേയമാക്കണം. ഈ രംഗത്ത് IFBC കേരളയ്ക്ക് ആവശ്യമായ ഒരു മാർഗനിർദ്ദേശം, ഡോക്ടർമാരുടെ സേവനം ഈ രംഗത്ത് കൂടുതൽ വർദ്ധിപ്പിക്കാൻ
ഉള്ള ഈ രംഗത്തുള്ള അവരുടെ സ്കിൽ വർദ്ധിപ്പിക്കാൻ ഒക്കെ എന്ത് തരത്തിലുള്ള ഇടപെടലുകൾ കൂടുതൽ EPCയുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നുള്ള നിർദ്ദേശങ്ങളും വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. നന്ദി. നമസ്കാരം. പിരിയാൻ സമയമായി, എല്ലാവരും രക്ഷകരായിട്ടിരിക്കുകയാണെന്ന് അറിയാം. അപ്പോൾ കൂടുതൽ പ്രസംഗിച്ച് ബോറടിപ്പിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ആണ് ഫോക്കസ് അബൌട്ട് കമ്മ്യൂണിറ്റി പാലിയേറ്റീവ് കെയർ. അപ്പോൾ ഓഫ് കോഴ്സ് പാസ്റ്റും കൂടെ ഒന്ന് സ്റ്റഡി ചെയ്തിരിക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. ഹിസ്റ്ററി ആണല്ലോ എപ്പോഴും നമുക്കൊരു ഗൈഡൻസ് തരുന്നത് ചില കാര്യങ്ങളിലെങ്കിലും. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ ഒരു ട്രെൻഡ് ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്നത് പാലിയേറ്റീവ് കെയറിൽ പണ്ട് ലോ ടെക് ഹൈ ടച്ച് എന്നുള്ളത് മാറണം. ഇന്നിപ്പോൾ അതിൽ പറഞ്ഞ പോലെ വി നീഡ് ടു ഹാവ് ഹൈ ടെക് ഹൈ ടച്ച്. ഐ തിങ്ക് ദ ചാലഞ്ച് അതിനകത്ത് ഉള്ളത് നമ്മൾ ഈ ഹൈ ടെക് വരുമ്പോൾ ചിലപ്പോൾ അറിയാതെയെങ്കിലും ഈ ടച്ചിൻ്റെ കോമ്പണൻറ്റ് കുറച്ച് കുറയാൻ സാധ്യതയുണ്ടോ? രണ്ട്, നമ്മൾ ടെക്നോളജി കൂടിക്കൂടി വരുമ്പം സംഭവിക്കാറുള്ള മറ്റൊരു കാര്യം, പലപ്പോഴും ഈ കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനം മിസ്സായി പോകും. അപ്പോൾ അത് ഇല്ലാതെ അതിൻ്റെ ഒരു കുറവ് വരാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ഈ പറഞ്ഞ പോലെ ഇന്നൊവേഷൻ, കോൺസ്റ്റൻ്റ് ആയിട്ട് ഇന്നൊവേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ നേരത്തെ ആ ഹോം ബേസ്ഡ് ICU എന്ന് പറയുമ്പോൾ ഒരു മേജർ ഇന്നോവേഷൻ ആണല്ലേ. ഐ ഡോണ്ട് തിങ്ക് ആ രീതിയിൽ വേറെ എവിടെയെങ്കിലും കോൺസെപ്റ്റുവലൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. അപ്പോൾ അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിനകത്തെല്ലാം ഐ തിങ്ക് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ നമ്മുടെ അവിടെ അലിയന്ത്യയിൽ ക്ലാസ്സസ് എടുക്കുമ്പോൾ ഓർഗനൈസിങ് പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞൊരു സെഷൻ ഞാൻ എടുക്കാറുണ്ടായിരുന്നു. ഇപ്പോഴല്ല, കുറച്ചാണ്ട് മുമ്പ് വരെ. അപ്പോൾ കൂടുതലും ഈ നമ്മുടെ ഇവിടുത്തെ BCCPM, ECCPN പോലെയുള്ള ആ കോഴ്സസിൻ്റെ ഡോക്ടേഴ്സ് നഴ്സസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ പലപ്പോഴും കാണുന്ന ഒരു ട്രെൻഡ്, നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലിയറായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ഒരു ഹോം കെയർ, ഇവരിതെല്ലാം പഠിച്ചു കഴിഞ്ഞു, ഒന്ന് ട്രെയിനിങ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഒരു ഹോം കെയർ തുടങ്ങണമെങ്കിൽ എന്ത് വേണം? സിമ്പിൾ ചോദ്യമാണ്. അപ്പോൾ അതിൻ്റെ തുടക്കം തന്നെ ഒരാൾ പറയുന്നത്, നമുക്കൊരു വെഹിക്കിൾ വേണം, ഒരു കാറ് വേണം, പിന്നെ ഒരു ഡ്രൈവർ, പിന്നെ ഒരു ഡോക്ടർ വേണം, ഒരു നേഴ്സ് വേണം, വേണ്ടിടത്ത് ഫിസിയോതെറാപ്പിസ്റ്റ് വേണം, അപ്പോൾ പിന്നെ മെഡിസിൻസ് വേണം. ഇതെല്ലാം ഇതെല്ലാം ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ ഒരു കോസ്റ്റ്, ഒരു ഹോം കെയർ പ്രൊവൈഡ് ചെയ്യാൻ എന്ത് കോസ്റ്റ് വരും എന്ന് വെച്ചാൽ ഈ കാർ ഉൾപ്പെടെ എല്ലാം കൂടി ഇട്ട് വരുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയിലേക്ക് പോകും. അപ്പോൾ ഇത് നമുക്ക് എന്നത്തേക്ക് ഇത് തുടങ്ങാൻ പറ്റും? അതായത് പഠിച്ചവർക്കെല്ലാം എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഹോം കെയർ കൊടുക്കണമെങ്കിൽ ഇതൊക്കെ വേണം. അപ്പോൾ അതിന് ഈ ഫണ്ട് റേസ് ചെയ്യണം. അപ്പോൾ ഇനിയിപ്പോൾ പോയിട്ട് പൈസ എടുത്ത് ഈ വണ്ടി വാങ്ങി ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് ഈ ട്രെയിനിങ് കഴിഞ്ഞ ആൾക്കാരുടെ ആ പെർസ്പെക്റ്റീവ് അവിടെയാണ് കിടക്കുന്നത്. ഞാനൊരു കഥ അവരുടെ അടുത്ത് പറയാറുള്ളത് ഇപ്പം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ ഹിസ്റ്ററിയാണ്. ഏറ്റവും ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ഇൻ കാലിക്കറ്റ്. നേരത്തെ 93 കഥ പറഞ്ഞാൽ, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ വരാന്തയിൽ ഒരു വിഷണനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി, ഒരു 40 വയസ്സ് ഉള്ള പ്രായമുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിനെ കണ്ടിട്ട് ഒരു വോളണ്ടിയർ പോയിട്ട് ചോദിക്കുന്നു, എന്താണ് വിഷമിച്ചിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ അമ്മ സുഖമില്ലാതെ കിടക്കുകയാണ് വീട്ടിൽ, അപ്പം അമ്മയ്ക്ക് ഇപ്പം കിടപ്പാണ്, അതുകൊണ്ട് കെയർ വേണം. അപ്പോൾ ഡോക്ടറെ കണ്ടു. ഡോക്ടർ എന്ത് പറഞ്ഞു? ഡോക്ടർ പറഞ്ഞു, അമ്മയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നോക്കിയിട്ട് വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു,
വോളണ്ടിയർ പറഞ്ഞു അതിൻ്റെ നമുക്ക് അമ്മയെ ഇങ്ങ് കൊണ്ടുവരാം, എന്താ ബുദ്ധിമുട്ട്, നിങ്ങളെന്തിനാ ബുദ്ധിമുട്ട് ഇരിക്കുമ്പോൾ ഞാനും കൂടെ വരാം, നമുക്ക് ആംബുലൻസ് എടുക്കാം, നമുക്കിപ്പോൾ തന്നെ ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാം. അദ്ദേഹം പറഞ്ഞു ഇല്ല, അത് നടക്കും തോന്നുന്നില്ല, അത് പ്രാക്ടിക്കലല്ല. അതെന്താ കാര്യം? ആംബുലൻസ് കൊണ്ടുവരാമെന്നുള്ളതല്ലേ ഉള്ളൂ. ഞാൻ താമസിക്കുന്നിടത്ത് എത്തണമെങ്കിൽ ഒരു 4 മറ്റേ തോട് കടക്കണം. ഈ തോടിന് അക്രോസ് ഉള്ളത് ഈ തടി മുറിച്ചിട്ടേക്കുന്ന മറ്റേ അറിയാലോ, തെങ്ങിൻ്റെ തടി, വെള്ളം തടി. അമ്മയ്ക്കാണെങ്കിൽ എണീറ്റ് നിൽക്കാൻ പറ്റില്ല. അമ്മയെ കട്ടിലോടുകൂടെ അല്ലെങ്കിൽ കസേരയിൽ ഇരുത്തി തൂക്കിക്കൊണ്ടുവരണം. 4 പേര് പിടിച്ചാലേ, അമ്മയ്ക്ക് നല്ല വെയിറ്റ് ഉണ്ട്, 80 കിലോ ഉണ്ട്, അമ്മയെ തൂക്കിക്കൊണ്ടുവരണം. ഇത് നടപടിയാവില്ല, എന്നെക്കൊണ്ട് അമ്മയെ ഇവിടെ എത്തിക്കാൻ പറ്റില്ല. ഈ വോളണ്ടിയർ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് എന്ന് വെച്ചാൽ നിങ്ങൾ ധൈര്യമായിട്ട് വീട്ടിലേക്ക് പൊക്കോളൂ, ഡോക്ടർ വീട്ടിലെത്തും, കൂടുതൽ ചോദിക്കാനൊന്നുമില്ല, ആരുടെയും പെർമിഷൻ എടുത്തില്ല, അവിടെ ഡിക്ലെയർ ചെയ്തു നിങ്ങളുടെ അഡ്രസ്സ് അറിയാം, തന്നോളൂ, നിങ്ങളുടെ വീട്ടിൽ ഡോക്ടർ എത്തും. അപ്പം ഞാനീ പറഞ്ഞത് ഇതായിരുന്നു. ഇത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ്ലി ഡോക്ടറിനെ പിടിച്ച് ഇദ്ദേഹം പുറകിൽ, ബൈക്കിൻ്റെ പുറകിൽ കയറ്റിയിരുത്തി, സ്കൂട്ടറിൻ്റെ പുറകിൽ കയറ്റിയിരുത്തി അവിടെ കൊണ്ടുപോയി വീട്ടിൽ പോയി വിസിറ്റ് നടന്നു. അപ്പം നമ്മൾ പറയുന്ന ഇതാണ് പാലിയേറ്റീവ് കെയറിലെ ഫസ്റ്റ് ഹോം കെയർ വിസിറ്റ്. അപ്പോൾ ഹോം കെയറിന് വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാറും മറ്റേതും ഡോക്ടറും നേഴ്സും അതൊന്നും അല്ല. ആ വിൽ ടു ഡു ഇറ്റ് ഇസ് വാട്ട് ഇസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇറ്റ് ക്യാൻ ഹാപ്പൻ. ആൻഡ് ദാറ്റ് ഈസ് ഇന്നോവേഷൻ അല്ലേ? ഇങ്ങനെ ചിന്തിക്കണമെങ്കിൽ ആ ഒരു സാധാരണ എന്നവരെ കാണുന്ന എന്താണ്, ഒരു പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം, അല്ല ഡോക്ടർ അങ്ങോട്ട് പോയാലും മതിയല്ലോ എന്ന് ചിന്തിക്കുന്ന ഇത് സാധാരണഗതിയിൽ ഇത് കോമൺ സെൻസ് ആണ്. ഇതിനകത്ത് ടെക്നോളജി ഇല്ല, മെഡിക്കൽ നോളജ് ഇല്ല, ഒന്നുമില്ല, പ്യുവർ കോമൺ സെൻസ്. അത് ഞാൻ പറയുന്നത് കോമൺ മാൻ്റെ അടുത്തേക്ക് കിട്ടുള്ളൂ. കോമൺ മാനിൽ നിന്നാണ് ഈ കോമൺ സെൻസ് വരിക. ആ കോമൺ മാൻ തന്നെയാണ് ഈ കമ്മ്യൂണിറ്റി. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയെ എങ്ങനെ ഇനിയും ഇതിലേക്ക് അടുത്ത് പിടിപ്പിക്കാം, കൂടെ നിർത്താം, എങ്ങനെ വളരാം. ഇന്നിപ്പം ടോക്കിംഗ് അബൌട്ട് 4 lakh പേഷ്യൻസ് അല്ലേ ഫിഗേഴ്സ് കാണിച്ച് നമുക്ക് ഉള്ളത്. നമ്മുടെ പോളിസി പ്രകാരം ഡോക്ടർ മാത്യൂസ് ആയിരിക്കും അതിൻ്റെ ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന 1 വോളണ്ടിയർ പെർ പേഷ്യൻ്റ് എന്നുള്ളതാണ് നമ്മുടെ കണക്കില്ലേ. ഇന്ന് വേണ്ട 1 ലക്ഷമാണോ ഉള്ളത് ട്രെയിൻഡ് ഏകദേശം, എന്ന് വെച്ചാൽ അതിൻ്റെ 4 ഇരട്ടി എന്നുള്ളതാണ് നമ്മുടെ കണക്ക്. ചില്ലറ ഒരു ഇതല്ല, ഇറ്റ്സ് എ ഹെർക്യൂലിയൻ ടാസ്ക്. ട്രെയിനിങ് വേണം, ഇത് വേണം. ഓഫ് കോഴ്സ് ഗ്രിഡ് ആൻഡ് ഓൾ വിൽ ബി ഹെൽപ്ഫുൾ, ടെക്നോളജി വിൽ ബി ഹെൽപ്ഫുൾ. പക്ഷേ ഇത് കമ്മ്യൂണിറ്റിയും കൂടെ നിർത്തണം. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഈസി, ഐ അണ്ടർസ്റ്റാൻഡ്. എസ്പെഷ്യലി ഇവിടെ ഇരിക്കുന്ന എല്ലാ ഡോക്ടേഴ്സ് ആകുമ്പോഴത്തേക്കും വളരെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ഇപ്പം എന്നെ പോലെയുള്ള മണ്ടന്മാർ, എനിക്ക് അറിഞ്ഞൂടല്ലോ, മെഡിക്കൽ ടേംസും കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കും, നമുക്ക് അറിയുന്ന രീതിയിൽ. പൊട്ടത്തരമായിരിക്കും, ദേഷ്യം വരാതെ പറഞ്ഞ് മനസ്സിലാക്കി തരിക. എങ്കിൽ ഞങ്ങളും കൂടെ ഉണ്ടാവും. ഞാനൊരു വോളണ്ടിയറാണ്. അപ്പോൾ ആ പെർസ്പെക്റ്റീവ് ഞാൻ പറഞ്ഞതാണ്, ഒന്നിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ദ വേ ഫോർവേഡ്. ലെറ്റ് us have high tech along with high touch. അപ്പോൾ എനിവേ, താങ്ക് യു ഫോർ ഗിവിങ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. എല്ലാവരുടെയും മുമ്പിൽ, എല്ലാവരുടെയും കൂടെ ഇപ്പം സംസാരിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ശരി, എന്നാൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു വേറെ ക്വസ്റ്റ്യൻസ്? ഓർ താങ്ക് യു വെരി മച്ച്. വേറെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട എന്തെങ്കിലും പബ്ലിക് ഓഡിയൻസ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇതിനകത്ത് എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറയാം, നമുക്കത് ക്ലാരിഫിക്കേഷൻ എന്നുള്ള നിലയിൽ മുന്നോട്ട് പോയി. ഈ കേരളത്തിലെ പാലിയേറ്റീവ് ഒരു പ്രസൻറ്റോ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ പറ്റി ഉള്ള അഭിപ്രായങ്ങൾ ഒന്ന് പറയാം. അതിലെന്തെങ്കിലും ക്ലാരിഫൈ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാരിഫൈ ചെയ്യാം, അല്ലെങ്കിൽ അതൊരു ഇൻട്രാക്ഷൻ ആയിട്ട് നമുക്ക് പോകും. സർ, ഒരു സജഷനാണ് സാർ. ഞാൻ പാലിയേറ്റീവ് കെയറിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അതിന് പഠിപ്പിക്കാൻ ട്രെയിനറായിട്ട് പോയിരുന്നു. മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആസ് എ ട്രെയിനർ എന്ന നിലയിൽ നമ്മൾ അവരുടെ മുമ്പിൽ, പബ്ലിക്കിന് മുമ്പിലോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽസ് അവരുടെ മുമ്പിൽ പഠിപ്പിക്കാൻ പോകുമ്പോൾ അതിനുവേണ്ടി നമ്മൾ റിസോഴ്സ് ഒരുക്കേണ്ടതിന് വേണ്ടി നോക്കുമ്പോൾ സാധാരണ നമ്മളെല്ലാവരും നെറ്റിൽ സെർച്ച് ചെയ്യും, പറ്റിയ പവർ പോയിൻറ്റ്സ് അതൊക്കെ നോക്കും.
പക്ഷേ പാലിയേറ്റീവ് കെയർ ആസ്പെക്റ്റിൽ അങ്ങനെ സെർച്ച് ചെയ്ത് പോയപ്പോൾ അധികം ഒന്നും കിട്ടാറുണ്ടായിരുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ വേറെ ഒരു കാര്യം കൂടെ ഉള്ളത്, നേരത്തെ കരിമിക്ക പോയിന്റ് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു, നമുക്ക് ഇവരെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളൊരു കാര്യത്തിനകത്ത്, അതായത് പബ്ലിക്കിനെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളിനകത്തും ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായി, ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ഉപ്പ് ലായനി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു മുറിവ് പരിചരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഒരു 2019-20 ഞങ്ങൾ തൃശ്ശൂർ ശ്രമിച്ചു, പക്ഷേ കോവിഡ് കാരണം പിന്നെ മുടങ്ങിപ്പോയ ഒരു കാര്യമായിരുന്നു കൊച്ചു 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 ഷോർട്ട് വീഡിയോസ്. ഇന്നത്തെ നമ്മുടെ ടെക്നോളജിക്ക് അനുസരിച്ചിട്ടുള്ള ഇന്നത്തെ നമ്മളെല്ലാവരും എന്താ ഡു ഇറ്റ് യുവർ ബൈ യുവർ സെൽഫ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം, DIY എന്ന കാലഘട്ടത്തിലാണ്. നമ്മുടെ വീട്ടിലൊരു എന്താ പറയുക, ഒരു കുറ്റി ഒടിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡോറിൻ്റെ ഒരു കുറ്റി ഒടിഞ്ഞു പോയാൽ എങ്ങനെ അഴിക്കണം എന്നുള്ളത് യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 സെക്കൻഡ് വീഡിയോ ആയിട്ട് കാണാൻ പറ്റും, എന്ത് വെച്ചിട്ട് അഴിക്കണം അതിനെ പറ്റും. അപ്പോൾ അതേപോലെ നമ്മുടെ ഈ പറയുന്ന പാലിയേറ്റീവ് കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഓരോരോ കാര്യങ്ങളും കുഞ്ഞു 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 ഷോർട്ട് വീഡിയോസ് ആയിട്ട് ചെയ്ത് അതിനെ അപ്ലോഡ് ചെയ്ത് ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ കിട്ടുകയാണെങ്കിൽ, ഈ പറഞ്ഞ പോലെ ഒരു രാത്രി 12 മണിക്ക് ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചാൽ, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ട്യൂബ് ഊരാൻ എന്ത് ചെയ്യണമെന്ന് സംഭവിച്ചാൽ, ആരെയും വിളിച്ചാൽ കിട്ടാത്ത സമയത്ത് ആ യൂട്യൂബിലെ ആ ഒരു ഷോർട്ട് വീഡിയോ കണ്ടാൽ എങ്ങനെ ഊരാമെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മളൊരു 100 ക്ലാസ് എടുക്കുന്നതിനേക്കാൾ ഒറ്റ ഈ ഒരു അപ്ലോഡിങ്ങിൽ നിന്ന് കിട്ടും. അപ്പോൾ എൻ്റെ ഒരു സജഷൻ 2 തരം രീതിയിൽ, ഒന്ന് അക്കാഡമിക് ലെവലുള്ളതും ഒന്ന് പബ്ലിക്കിന് ലെവലുള്ളതും. അക്കാഡമിക് ലെവലുള്ളത് ഇതുപോലെ ട്രെയിനേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്, എപ്പോഴും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രൈവ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് നമ്മുടെ ഓരോ ടോപ്പിക്കുകൾക്കും ഒരു കോമൺ പ്ലാറ്റ്ഫോം പോലെ കോമൺ സ്റ്റാൻഡേർഡിൽ പലതരം പവർ പോയിന്റ്സ് ആയിട്ടും പലതരം വീഡിയോസ് ആയിട്ടും അപ്ലോഡ് ചെയ്താൽ കേരളം മുഴുവനോ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനോ അല്ലെങ്കിൽ നാഷണൽ മുഴുവനോ ആയിട്ടുള്ള ഒരു കോമൺ സ്റ്റാൻഡേർഡിൽ പാലിയേറ്റീവ് കെയർ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയും. ഒരു പക്ഷേ ഞാനിപ്പോൾ ക്ലാസ് എടുക്കാൻ പലപ്പോഴും പാലിയം ഇന്ത്യയുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, അതിലെ സെഷൻസ് ഉണ്ട്, കോവിഡ് കാലത്ത് അപ്ലോഡ് ചെയ്ത സെഷൻസ് ഉണ്ട്, 1 hour അങ്ങനെ പലതും മൾട്ടിപ്പിൾ കേട്ടാണ് നമ്മൾ പഠിച്ചത്. അതുപോലെ മറ്റു സ്ഥലങ്ങളിൽ പഠിപ്പിക്കുന്നതൊക്കെ നമുക്ക് നോളജ് കിട്ടും, അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു കോമൺ, ഇപ്പോൾ നമുക്ക് കേരള കെയർ എന്നൊരു കോമൺ പ്ലാറ്റ്ഫോം കിട്ടിയതിൽ നിന്ന് ഈ ഒരു പാർട്ട് കൂടെ ആഡ് ഓൺ ചെയ്തിട്ട് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണെങ്കിൽ കുറേ പേർക്ക് ഉപകാരപ്പെടും. ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം നേരത്തെ പറഞ്ഞാൽ പബ്ലിക്കിനും കൂടെ ഒരു ഓപ്പൺ ഏരിയ, അതായത് എല്ലാം പബ്ലിക് അറിയണമെന്നില്ല, പക്ഷേ കുറച്ച് കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് അറിയണം. അപ്പോൾ അത്തരം ട്രെയിൻ ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്ന കുറച്ച് പോയിന്റ്സ് ചേർത്തിട്ട് അങ്ങനെ ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൂടെ ചേർത്തുള്ള കുറച്ച് ഷോർട്ട് വീഡിയോസും കൂടെ അറേഞ്ച് കൊടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന കുറെ കൂടി നമുക്ക് പാലിയേറ്റീവ് കെയറിനെ സാർവത്രികമാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു. സാർ പറഞ്ഞൊരു കാര്യം നമ്മൾ ചർച്ചയിൽ വന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്തൊരു ഇതിലാണ്, ഞങ്ങൾ അതിൻ്റെ തുടക്കത്തിൽ എന്നോണം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതൊക്കെ രോഹിത് അതിൻ്റെ എക്സ്പേർട്ടാണ്, രോഹിത്തുമായിട്ട് കൂടി ചേർന്നുകൊണ്ട് നമ്മൾ ആദ്യം ഏതൊക്കെയാണ് വീഡിയോസ് എടുക്കേണ്ടത്, എന്തൊക്കെ കെയറുകൾ, ഇപ്പോൾ പബ്ലിക്സിനാണെങ്കിലും അതുപോലെ ഹെൽത്ത് കെയർ പ്രൊഫഷൻസിനാണെങ്കിലും ഏതൊക്കെ വീഡിയോസ് ആണെന്നുള്ള ഞങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അത് ഓരോ ആഴ്ചയിലെങ്കിലും ഇപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങളത് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അതിന് നെക്സ്റ്റ് ഒരു സെഷൻ എന്നുള്ള രീതിയിൽ ഞങ്ങൾ കുറച്ച് ഒന്ന് കൂടിയിരുന്നിട്ട് ഓരോ ആഴ്ചയിലും അപ്ലോഡ് ചെയ്യേണ്ട എന്തൊക്കെയാണെന്നുള്ളത് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത ഒരു ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അത് ഭാവിയിലോട്ട് നമ്മുടെ ഒരു ഡ്രീം പ്രോജക്റ്റാണ്. അതെന്തായാലും ഈ ഒരു 2 മാസത്തിനുള്ളിൽ ഞങ്ങളൊരു കുറച്ച് വീഡിയോസ് എങ്കിലും അപ്ലോഡ് ചെയ്യുന്നതാണ് വിചാരിക്കുന്നത്. അതൊരു നല്ലൊരു ഒരു അവയർനെസ് ആണ്. കാരണം നമ്മളിപ്പോൾ സാറ് പറഞ്ഞ പോലെ യൂട്യൂബ് എടുത്ത് നോക്കുമ്പോഴും കാര്യമായിട്ട് നമ്മുടെ ഒരു ലോക്കൽ ലാംഗ്വേജിലും അതുപോലെ ഇഫക്റ്റീവായിട്ട് നമുക്കൊരു കിട്ടുന്ന ഒരു അറിവില്ല ശരിക്കും ഇപ്പോഴത്തെ നിലവിലുള്ളത്. അപ്പോൾ നമ്മൾ ആരെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ അതെന്തായാലും ഉടനെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിന് എല്ലാവരുടെയും ഒരു ഇത് വേണം. അപ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തനത്തിലാണ് രോഹിത്തും അതിലൊക്കെ ഉള്ള അടക്കമുള്ള എല്ലാവരും അതിലേക്ക് വരും. ഓക്കെ, താങ്ക് യു. ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാൻ, അതായത് ഇപ്പം ഈ പറഞ്ഞ വീഡിയോസ് ഞാൻ ഒരാൾക്ക് വേണ്ടി CA പ്രോസ്റ്റേറ്റ് ഉള്ള ഒരാൾക്ക് ഇഞ്ചെക്ഷൻ എടുക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഗൂഗിൾ മുഴുവൻ സെർച്ച് ചെയ്യുക, പ്രോപ്പറായിട്ട് ഈ ഇഞ്ചെക്ഷൻ എങ്ങനെയാണ് എടുക്കേണ്ടത്. ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. എൻ്റെ അടുത്ത് വിളിച്ച് ഡോക്ടർ പറഞ്ഞു, RCCയിലെ ഡോക്ടർ, ഇത് എടാ ജോണെ നിനക്ക് എടുക്കാനുള്ളതേ ഉള്ളൂ, വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാം. പക്ഷെ ഞാൻ ഈ സാധനം കണ്ടിട്ടില്ല, ഞാനിത് എങ്ങനെ ചെയ്യുന്നതെന്ന് ആരും ചെയ്യുന്നതും കണ്ടിട്ടില്ല. പക്ഷേ പിന്നെ ഡോക്ടറുമായിട്ട് സംസാരിച്ച് ഒരാൾ ചെയ്യുന്നത് കണ്ടു. പക്ഷെ വീഡിയോസ് ഒന്നും ഇതിൻ്റെ ഇല്ല പ്രോപ്പറായിട്ട് മലയാളം ഭാഷയിലൊന്നും. ആക്ച്വലി ഒരു വെറും സിമ്പിൾ പ്രൊസീജിയറാണ്. പക്ഷേ അത് എങ്ങനെ ചെയ്യണം, ഓക്കെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കറക്റ്റായിട്ട് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷനാണ്, ഒരു 3 മാസത്തേക്കുള്ളൊരു ഇഞ്ചക്ഷനിൽ ഒരെണ്ണമാണ്. അപ്പം സോ ഇറ്റ് ഈസ് ആക്ച്വലി വെരി സിമ്പിൾ. ഈവൻ ആസ് എ ഡോക്ടർ ഐ വാസ് ലൈക്ക് ഹെസിറ്റന്റ്, ഓക്കെ ഷുഡ് ഐ ഡു ദിസ്, ചെയ്താൽ എന്തെങ്കിലും പ്രശ്നമാണ്. പക്ഷേ ഇന്ന് ഗൈഡൻസ് കിട്ടാൻ പോലും there was no videos, nothing.
Okay, American serum, but I was not at all satisfied with how it was done. But as he told, I mean, like practical ആയിട്ട് നമുക്ക് നമ്മുടെ അവിടെ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഈ പേഷ്യൻ്റ് വിൽ ഹാവ് ടു ഗോ ടു RCC, അവിടെ അപ്പോയിൻമെൻറ്റ് എടുക്കണം, ആ കട്ടിലേക്ക് കിടക്കണം, പിന്നെ തിരിച്ചു വരണം, മോൻ ഒരു ദിവസം ലീവ് എടുക്കണം, എല്ലാം ഇറ്റ്സ് എ ബിഗ് പ്രോസസ്. ബട്ട് ഇറ്റ് ഇസ് ആക്ച്വലി ജസ്റ്റ് എ 5 minute to 10 minute പ്രോസസ് അറിഞ്ഞു കഴിഞ്ഞാൽ. സോ ഇറ്റ്സ് വെരി എഫക്റ്റീവ്. അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി വെരി യൂസ്ഫുൾ. 1000 വീഡിയോസ് എടുക്കാനുള്ള എങ്കിലും സ്കോപ്പും ഉണ്ട്, നമുക്ക് അതിൻ്റെ റിസോഴ്സും ഉണ്ട്. പക്ഷേ ഈ പേഷ്യൻറ്റിനെ നോക്കി പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് നമ്മൾ അഡീഷണൽ റിസോഴ്സും അഡീഷണൽ ടൈം കണ്ടെത്തിയിരുന്നില്ല. ഇപ്പോൾ അത് സെപ്പറേറ്റ് കണ്ടെത്തിയിട്ട് തന്നെ അത് ചെയ്യാനായിട്ടുള്ള സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്ത 1-2 മാസങ്ങളിൽ വീഡിയോസ് പ്രതീക്ഷിക്കും.